Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ അക്കൈനോവും കെസറും അവർ രണ്ടുപേരും ലൂഫിയുടെ ന്യൂസൊക്കെ വായിച്ച് ഫുൾ കലിപ്പിൽ നിൽക്കുകയാണ്. കലി മാത്രമല്ല, അവർക്കിപ്പോ കുറേശ്ശെ ടെൻഷനും തോന്നും. കാരണം ലൂഫിയാണ് 5ാമത്തെ എംപറർ, അതായത് 5th എംപറർ എന്ന് പോലും ആ ന്യൂസ് പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലൂഫിയുടെ ഈ ചെറിയ പ്രായത്തിനിടയിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. നേവിയെ പോലും വെല്ലുവിളിച്ച് ആ നേവി ബേസ് പോലും അവൻ തകർത്തു. മാത്രമല്ല, ഇപ്പോ ബിഗ് മോമിനെ പോലും അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. സോ അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ലൂഫിയെയും അവന്റെ ടീമിനെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ അവരിപ്പോ കാര്യമായിട്ട് ചിന്തിക്കും. അക്കൈനോ ആണെങ്കിൽ അടിച്ചു പറയും, 2 അല്ല 2000 വർഷം എടുത്താലും ഈ ലോകത്ത് പൈററ്റ്സ് എന്നൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പൈററ്റ്സുകളെ മുഴുവൻ തല്ലിക്കൊന്നും അടിച്ചോടിച്ചും ഈ ലോകം മുഴുവൻ ഞാൻ ശുദ്ധികലശം നടത്തും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സെൻഗോക്കുവിനെ കാണിക്കും. ആളാണെങ്കിൽ ഇപ്പോഴും ആടിനോട് സംസാരിച്ച് ഒരു സെക്കൻഡ് മുകളിലേക്ക് നോക്കും. അപ്പൊ സൂപ്പർ ഹീറോയെ പോലെ സ്കൈയിലൂടെ ഫ്ലൈ ചെയ്തു വന്ന ലൂഫിയുടെ ആ രംഗം അതാളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഫ്ലൈ ചെയ്തു വന്ന ലൂഫി ആണെങ്കിൽ എയ്സിനോട് നിലവിളിച്ച് പറയും, എയ്സ്, നീ എന്റെ ബ്രദറാണ്. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഒരുമിച്ചാണ്. ഒരിക്കലും ആരെ കൊണ്ടും നമ്മളെ വേർതിരിക്കാനാവില്ല. മാത്രമായിട്ട് ഞാൻ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ വൈറ്റ് ബിയർഡുമായിട്ട് കമ്പൈനായി വിജയെ രക്ഷിക്കാനായിട്ട് ഫുൾ ഫോഴ്സിൽ കടന്നു വരും. അവന്റെ ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ലൂഫി തല്ലി തെറിപ്പിച്ച് അവന്റെ ബ്രദറിന്റെ അടുത്തേക്ക് ഞൊട്ടിയടയിലേക്ക് വരികയാണ്. വൈറ്റ് ബിയർഡിനാണെങ്കിൽ ലൂഫിയുടെ മൂവ്മെന്റും പോക്കൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. ഉടനെ വൈറ്റ് ബിയർഡ് അസിസ്റ്റൻസിനോട് ലൂഫി എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയും. കാരണം അവനൊരു ചെറിയ പയ്യനാണ്. ലൂഫിയുടെ കയ്യിൽ അവൻ പെട്ടുപോയ തീർച്ചയായിട്ടും അവർ ചേട്ടനെയും അനിയനെയും ഒരുമിച്ച് കൊന്നുകളയും. അതേസമയം മറ്റൊരു ഭാഗത്ത് മെയിൻ നേവി സോൾജേഴ്സ് അവരെല്ലാവരും ഇതിനോടകം തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. ആണെങ്കിൽ ചെറിയ ചോട്ടാ മോട്ടാ പൈററ്റ്സിനോട് ഫൈറ്റ് ചെയ്യാണ്. അത് കണ്ട 7 വാർലോഡ്സ് അവരോട് നേവി ഇപ്പോ ഫൈറ്റ് ചെയ്യാൻ കളത്തിലിറങ്ങാനായിട്ട് പറയും. അതാണ് ആ ഫൈറ്റില് വലിയൊരു തിരിച്ചടി നമ്മുടെ ആൾക്കാർക്ക് കൊടുത്തത്. അക്കൈനോ, സെൻഗോക്കു, ലൂഫിയുടെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ എല്ലാവരും ഫൈറ്റ് ചെയ്യാനായിട്ട് പിന്നീട് കളത്തിലേക്ക് ഇറങ്ങി. ലൂഫി ആണെങ്കിൽ ഒരു കോമഡി ഫൈറ്റ് ഒക്കെ കൊടുത്ത് എയ്സിന്റെ അടുത്തേക്ക് വന്ന് അക്കി തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാവില്ല. ആ സമയം നമ്പർ 3 അവനാണ് കറക്റ്റ് ആയിട്ട് അക്കൈ ക്രിയേറ്റ് ചെയ്ത് എയ്സിന്റെ കയ്യിലെ ഹാൻഡ് കഫ് തുറന്ന് എയ്സിനെ രക്ഷിച്ച് ലൂഫിയുടെ കൂടെ പറഞ്ഞയക്കുക. എയ്സ് ആണെങ്കിൽ മോചിതനായ ഉടൻ തന്നെ അവന്റെ ബോഡിയിൽ നിന്ന് ഫയർ അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന്റെയും അവന്റെ ഫ്രണ്ട്സിന്റെയും കഷ്ടപ്പാട് ഫലം കണ്ടു. അവന്റെ ബ്രദറിനെ അവൻ മോചിപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ചാടി ഓടുമ്പോ ആ അക്കൈനോ അവൻ എയ്സിനെ ആവശ്യമില്ലാതെ വെല്ലുവിളിക്കും. പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ എയ്സിനെ മെന്റലി ട്രോമയിലാക്കുകയാണ്. അത് കേട്ട് കൺട്രോൾ പോയ എയ്സ് അവൻ ഓട്ടോ ഒക്കെ നിർത്തി അങ്ങനെ പതിയെ ടേൺ ചെയ്ത് ടെററായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. അതിനുശേഷം എല്ലാം കീഴ്മേൽ മറിയുകയായിരുന്നു. അവർ രണ്ടുപേരും ഞൊട്ടിയടയിൽ ഫൈറ്റ് ചെയ്ത് അക്കൈനോയുടെ ഒരു പഞ്ച് അത് ലൂഫിക്ക് നേരെ പോവും. അത് കണ്ട എയ്സ് ആണെങ്കിൽ അവന്റെ ജീവൻ പണയപ്പെടുത്തി ലൂഫിയെ രക്ഷിക്കും. ലൂഫി ആണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് അങ്ങനെ ഞെട്ടുകയാണ്. അവൻ അവന്റെ ചേട്ടന്റെ ശരീരം ചേർത്ത് പിടിച്ച് അങ്ങനെ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അവൻ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഈ ഒരു കാഴ്ച കണ്ട് പകച്ചു നിന്ന നമ്മുടെ വൈറ്റ് ബിയർഡിനെ ബ്ലാക്ക് ബിയർഡ് അറ്റാക്ക് ചെയ്ത് ആളുടെ ജീവൻ എടുക്കുകയാണ്. അവളുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറും അവൻ അടിച്ചു മാറ്റി അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. സോ ആ ഒരു മൊമെന്റിൽ അവിടെ വെച്ച് എയ്സും വൈറ്റ് ബിയർഡും രണ്ടുപേരും കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് ഷാങ്സ് അവിടേക്ക് വന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഡെഡ് ബോഡി അത് മര്യാദയോടുകൂടെ അടക്കം ചെയ്യാനായി നേവിയോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു വാങ്ങുക. ഷാങ്സിനെ കാണേണ്ട താമസം ലൂഫിയുടെ ഗ്രാൻഡ് പേയുടെ കൺട്രോൾ പോവും. കാരണം ഷാങ്സിനെ മാതൃകയാക്കിയാണ് ലൂഫിയും ഒരു പൈററ്റായി തീർന്നത്. ഷാങ്സ് ആണെങ്കിൽ അടിച്ചു പറയും, മര്യാദയ്ക്ക് അവരുടെ ബോഡി എനിക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ആൾക്കാരും നിങ്ങളോട് യുദ്ധം ചെയ്യും. രണ്ടാമതൊരു യുദ്ധം അത് അൺതിങ്കബിളാണ്. അതുകൊണ്ട് തന്നെ സെൻഗോക്കു അവൻ അവരുടെ രണ്ടുപേരുടെയും ബോഡി വിട്ടുകൊടുക്കാൻ തയ്യാറാവും. ഇവയുടെ ലക്ഷ്യം എയ്സിനെ കൊല്ലുക എന്നതായിരുന്നു. സോ അവർ എയ്സിനോടൊപ്പം എക്സ്ട്രാ ആയി വൈറ്റ് ബിയർഡിന്റെ മരണവും നേരിട്ട് കണ്ടു. ഇനിയിപ്പോ അവർക്ക് ആ ബോഡിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബോഡി വിട്ടുകൊടുക്കും. ആ ഒരു വലിയ യുദ്ധം അതവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് സെൻഗോക്കു അവന്റെ പദവിയിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ സെൻഗോക്കു ആളാണെങ്കിൽ ആ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ലൂഫി അവൻ ഇത്രയും ഡിറ്റർമിനന്റും പവർഫുള്ളും ആണെന്ന് ഇപ്പോഴാണ് ആൾ തിരിച്ചറിഞ്ഞത്. വർഷങ്ങളായിട്ട് പൈററ്റ്സ് ആ 1 പീസ് ട്രഷർ അതുണ്ടോ ഇല്ലയോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് അലയുകയായിരുന്നു. പക്ഷെ വൈറ്റ് ബിയർഡ് ആളുടെ അവസാന നിമിഷം 1 പീസ് എന്ന് പറയുന്ന ഒരു ട്രഷർ അതുണ്ട് എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞു. വൈറ്റ് ബിയർഡിന്റെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ പൈററ്റ്സ് ഈ ലോകത്തുണ്ടായി. മാത്രമല്ല അത്രയും കാലവും പ്രതീക്ഷ
ഇല്ലാതിരുന്ന ഒരുപാട് പൈററ്റ്സിന് അതൊരു പുതിയ പ്രതീക്ഷ നൽകി. അവരെല്ലാവരും ന്യൂ വേൾഡിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോഴത്തെ പുതിയ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് ആ മറി ജോയ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്. മറി ജോയ്സിലാണ് ആ സെലസ്ട്രിയൽ ഡ്രാഗൺസ് ഉള്ളത്. പൈററ്റ്സിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയും ഭാഗത്തു നിന്നും അവർക്ക് യാതൊന്നും സംഭവിക്കാൻ പാടില്ല എന്നൊരു സുരക്ഷ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്രകാരം ഒരു കൺസ്ട്രക്ഷൻ അത് നടത്തിയത് പോലും. പഴയ ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിൽ G1ന്റെ വേറൊരു ബേസ് ആക്കി മാറ്റി. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത നടുവില് ഹോളി ലാൻഡ് ഓഫ് മറി ജോയ്സ്, അതിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് നേവി ബേസ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് മറി ജോയ്സിന്റെ ഒരു ഭാഗത്ത് റെഡ് പോർട്ട് എന്ന് പറഞ്ഞ് രണ്ട് സൈഡും ഓരോ പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബബിളിന്റെ സഹായത്താൽ നേവിക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും അവിടേക്കും ഇവിടേക്കും അതുപയോഗിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെയുള്ള ജനങ്ങളെ കാണിക്കും. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഗവൺമെന്റിന്റെ ആ റവറി മീറ്റിംഗ് അത് മറി ജോയ്സിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. സോ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രിൻസസും ഒക്കെ തന്നെ ആ ഒരു പോർട്ട് ലക്ഷ്യമാക്കി വരികയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കാഴ്ച അത് അപൂർവങ്ങളിൽ ഒന്നാണ്. ആദ്യമായിട്ട് മറി ജോയ്സിലേക്ക് റോഷ്വാൻ കിങ്ഡത്തിലെ രാജാവും രാജ്ഞിയും ആളുടെ അസിസ്റ്റൻസും എല്ലാവരും പുറത്തേക്ക് വരികയാണ്. എല്ലാവരും കാണുമ്പോഴും കുട്ടികൾ കളിക്കുന്ന ഡോൾസിനെ പോലെ ആയിരിക്കും തോന്നുക. അങ്ങനെ ഓരോരോ കപ്പലുകളിൽ നിന്നും ഓരോരോ രാജാക്കന്മാരും രാജ്ഞികളും പുറത്തേക്ക് വരും. നെപ്റ്റ്യൂൺ ആണെങ്കിൽ ഒരു അടിപൊളി ഓസ്കാർ എൻട്രി ഒക്കെ ആയിരിക്കും എല്ലാവർക്കും മുൻപിൽ കൊടുക്കുക. ഇവിടെ കാർപ്പാണെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് ആയായിട്ട് നിൽക്കുകയാണ്. അതേസമയം സിറഗോഷി അവളാണെങ്കിൽ വിറച്ച് കപ്പലിന്റെ അകത്ത് തന്നെ നിൽക്കും. അവളുടെ ബ്രദേഴ്സ് അവൾക്ക് സപ്പോർട്ട് കൊടുക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്തേക്ക് വായോ. പ്രിൻസസ് ആണെങ്കിൽ പേടിച്ച് നാണിച്ച് പതിയെ പുറത്തേക്ക് വരും. പ്രിൻസസിന്റെ ഭംഗിയൊക്കെ കണ്ട് ജനങ്ങളെല്ലാവരും കരഘോഷം മുഴക്കുകയാണ്. 200 വർഷങ്ങൾക്ക് മുൻപേ വേൾഡ് ഗവൺമെന്റ് അവർക്ക് അഫിലിയേഷൻ കൊടുത്തതാണ്. പക്ഷേ ഇപ്പോഴാണ് അവരാദ്യമായിട്ട് ഇവിടേക്ക് വരുന്നതും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നതും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ജോളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൈനോ പറഞ്ഞയച്ച ആ നേവി ഹെഡ് ആളിപ്പോ ആ ഒരു ഓഫീസർ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ അടുത്തേക്ക് വന്ന് അക്കൈനോ പറഞ്ഞ കാര്യങ്ങൾ ആളോട് പറയാണ്. ഉടനെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും, നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്നെ അടിച്ച് താഴെ ഇടണോ? ആ ചോദ്യം കേട്ട് ഓഫീസർ ചിരിക്കും. അയ്യോ ഇല്ല, അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ആ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അവനോട് പറയും, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അത് നിറവേറ്റാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ 7 വാർലോഡ്സ് പദ്ധതി അതെനിക്ക് ഇഷ്ടമല്ല, അത് ചേഞ്ച് ചെയ്യണം. ബേഗ് ഓഫ് പങ്ങിന്റെ റിസർച്ച് അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ 7 വാർലോഡ്സിന്റെ ആവശ്യമില്ല. അങ്ങനെ ചില നിർണായക കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ഓപ്പോസിറ്റുള്ള ഓഫീസറിനും ഫുഡ് ഷെയർ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.